വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചില്ലി ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചില്ലി ബ്രെഡ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 പീസ് ബ്രെഡ് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ അല്ല ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലാതുള്ള ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ബ്രെഡിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. കുറേ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ബ്രെഡിലേക്ക് നന്നായിട്ട് ഓയിൽ പിടിക്കും. അതുകൊണ്ടാണ് കുറച്ച് ഓയിലിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. കുറച്ചൊക്കെ ഒന്ന് ഫ്രൈ ആയി നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. സെയിം പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയാണ് ചേർക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. സവാളയും ഒരുപാട് വഴന്നു പോകേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസാണ് ചേർക്കുന്നത്. സോയ സോസ് വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ, 1 ടീസ്പൂണാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർക്കാം. ഇതൊക്കെ അവരവരുടെ എരിവ് അനുസരിച്ചിട്ട് ചേർത്താൽ മതി. ചില്ലി സോസും അതുപോലെ പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോസിലൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 നുള്ളു പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. ഒരുപാട് കുറച്ചിട്ട് കഴിഞ്ഞാൽ ഈ ക്യാപ്സിക്കവും സവാളയൊക്കെ നന്നായിട്ട് വെന്തു പോവും. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ബ്രെഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.